മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകളിൽ സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിച്ച കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സാമ്പത്തിക ഇടപാടുകൾ കാര്യമായി പരിശോധിക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. കുട്ടികളിൽ നിന്നും പണം ഈടാക്കിയ കാര്യം അന്വേഷിക്കാൻ പ്രത്യേക സംഘമെന്നും പുട്ട വിമലാദിത്യ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അടുത്ത് വരാൻ പോകുന്ന ആരുടെങ്കിലും റോൾസ് ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാവരെയും നമ്മൾ അന്വേഷിക്കും. കുട്ടികളിൽ നിന്ന് പൈസ എടുത്ത് എന്ന വിഷയം നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കൂടെ നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട്. നൃത്തപരിപാടിയിലെ പണപ്പിരിവിനെതിരെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും GST വിഭാഗത്തിനും പരാതി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, കഴിഞ്ഞ ദിവസം ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള സാമ്പത്തിക പിരിവിനെക്കുറിച്ച് അവർക്ക് ഗൗരവതരമായ സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ അടിമുടി തട്ടിക്കൂട്ട് പരിപാടിയാണ് നടന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് കർശന നടപടികളിലേക്ക് കടക്കുന്നതായിട്ടല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗൗതം, അങ്ങനെ തന്നെയാണ്. പോലീസ് കർശന നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ അല്പനേരം മുമ്പ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യനാഥയും അത് തന്നെയാണ് പറഞ്ഞത്. ഈ സ്വമേധയാ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല. DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് കൊച്ചി സിറ്റി പോലീസിലേക്ക് എത്തിയിട്ടില്ല. ആ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് ഇത് കേസെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം പ്രഖ്യാപിക്കാനും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള രാജ്കുമാറിന് തന്നെയാണ് അന്വേഷണത്തിന് ചുമതലയുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാലാരിവട്ടം CA അടക്കമുള്ള സംഘങ്ങളായിരിക്കും ഈ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും അന്വേഷിക്കുക. എന്തായാലും വലിയ രീതിയിൽ 7 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് കൂടുതൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതും. ഒപ്പം തന്നെ ദിവ്യ ഉണ്ണിയെയും സുനോജ് വർഗീസിനെയും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കമ്മീഷണറോട് ചോദിക്കുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആരൊക്കെ ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ അവർക്കെല്ലാം നോട്ടീസ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി സഹിൻ, എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി.